ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി ചിക്കൻ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കാൻഡി ചിക്കൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക, ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കി എടുക്കുക എന്നുള്ളത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് കുറച്ച് ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ചിക്കന് വേവിച്ച് വെച്ചതാണ്. മഞ്ഞളും ഉപ്പും ചേർത്ത് വേവിച്ചിട്ട് ജസ്റ്റ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ലോണം അരച്ചെടുക്കണം. നമ്മൾ സാധാരണ ക്രഷ് ചെയ്തെടുക്കുന്ന പോലെ ചെയ്തെടുക്കാതെ ഇതുപോലെ അരച്ചെടുക്കാനായിട്ട് നോക്കുക. ഇതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ടൊമാറ്റോ സോസ്, കുറച്ച് ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എരിവിനായിട്ട് ഞാനിവിടെ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് ഓർഗാനോ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓർഗാനോയുടെ ഫ്ലേവർ ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് നമുക്ക് ചീസാണ്. ഞാനിവിടെ മോസറല്ല ചീസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതില്ലാന്നുണ്ടെങ്കിൽ സാധാ സ്ലൈസ് ചീസ് ചേർത്ത് കൊടുത്താലും മതി. എല്ലാം കൂടി നല്ലോണം മിക്സാക്കി എടുക്കുക. നമുക്കിതിലേക്ക് എക്സ്ട്രാ വേറെ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കണ്ട. നമ്മൾ ചിക്കനൊക്കെ വേവിച്ച് വെച്ചപ്പോൾ അതിലേക്ക് ഉപ്പും മഞ്ഞളും ഒക്കെ ചേർത്തിട്ടാണല്ലോ വേവിച്ചെടുത്തത്. അപ്പോൾ നമ്മളതിലേക്ക് ഇനി വേറെ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് നല്ലോണം കുഴച്ചതിന് ശേഷം കൈ കൊണ്ട് തന്നെ കുഴച്ചെടുക്കണം. അത് നല്ലോണം കുഴച്ചതിന് ശേഷം അതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കതിലേക്കൊരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ മൈദ, അതുപോലെ തന്നെ 1 സ്പൂൺ അളവിൽ കോൺഫ്ലോർ, പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നല്ലോണം മിക്സാക്കി ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കാം. ജസ്റ്റ് നമുക്കതൊന്ന് ഡിപ്പ് ചെയ്ത് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ ഒരു തിക്കായിട്ടുള്ളൊരു ബാറ്ററിനെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ്. ഏത് ബ്രെഡ് എടുക്കാമെന്നാണ്. മിൽക്ക് ബ്രെഡ് ആണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നന്നായിരിക്കും കേട്ടോ. നമുക്കിതുപോലെ ഷേപ്പാക്കി എടുക്കാൻ, അതുപോലെ തന്നെ ബ്രെഡ് വെച്ചിട്ട് ഇതുപോലെ അങ്ങനെ എന്താ പറയുക, ഒന്നങ്ങനെ പ്രസ്സാക്കി എടുക്കാനൊക്കെ ഒന്നുകൂടി എളുപ്പമായിരിക്കും മിൽക്ക് ബ്രെഡ് ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഏതെങ്കിലും ഒരു ബ്രെഡ് എടുക്കുക. അപ്പോൾ ബ്രെഡ് ഇതുപോലെ ജസ്റ്റ് റൗണ്ട് ഷേപ്പിലായിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ നടുഭാഗത്തായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഒരു ചിക്കൻ്റെ മിക്സിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ പ്രസ്സാക്കി കൊടുക്കുക. ആ ഒരു ഷേപ്പിൽ തന്നെ ഒന്നിങ്ങനെ പരത്തിയെടുക്കുക. ഇനി ഇതുപോലത്തെ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ആ ഒരു ചിക്കൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മൾ ചിക്കൻ ഇങ്ങനെ നല്ലോണം അരച്ചിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റിക്ക് അവിടെ ഇങ്ങനെ പ്രസ്സായി നിന്നോളും. ഇനി വേറൊരു ബ്രെഡ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കുക. ഇനി നമ്മൾ സാധാരണ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന പോലെ തന്നെ നമ്മൾ ആദ്യം ആ ഒരു ബാറ്ററിൽ മൈദയുടെ ബാറ്ററിലൊന്ന് മുക്കിയെടുക്കുക. എന്നിട്ട് ബ്രെഡ് ക്രംസ് കൊണ്ട് ജസ്റ്റ് ഒന്ന് കോട്ടിങ് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്നുമില്ല, നേരെ അങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഞാനിതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കത് ഓയിലിൽ വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. നിങ്ങൾ എടുക്കുമ്പോൾ വെളിച്ചെണ്ണ യൂസ് ചെയ്യാതെ ഓയിൽ തന്നെ എടുക്കാനായിട്ട് നോക്കട്ടെ. ഏത് ഓയിൽ എടുക്കാവുന്നതാണ്. അപ്പോൾ ഓയിൽ ഇത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് അതിൻ്റെ 2 വശവും ഒരു ഗോൾഡൻ കളറായി വരുന്നവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കാൻഡി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. വീട്ടിലെ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന ടൈമിൽ നമുക്ക് പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തയ്യാറാക്കി നോക്കുക. ചിക്കൻ എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റം കൂടിയാണ്. ഇതിൻ്റെ കൂടെ സോസും കൂടിയും വെച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. ഇപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇതുപോലത്തെ ഈസിയായ റെസിപ്പീസിനൊക്കെ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടിയും കൊടുക്കാൻ മറക്കല്ലേ. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്